അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ തജ്‌വീദ് എന്ന വിഷയത്തിലെ 2018 മുതൽ 2025 വരെ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ പൊതുപരീക്ഷയ്ക്ക് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻ മിസ്സായിട്ട് നമ്മുടെ ടോപ്പ് പ്ലസ് എന്താവരുത്, നഷ്ടപ്പെടുത്തരുത്. ഫസ്റ്റ് ചോദ്യമാണ് 2025 ചോദിച്ച വഖഫിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്തേതാണ്? വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ആയത്താണ്. വഖഫ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് തജ്‌വീദിൽ. അപ്പോൾ നിർബന്ധമായിട്ട് മക്കൾ നല്ലോണം പഠിക്കണം. അടുത്തത് നോക്കുക, 2024 ചോദിച്ച ചോദ്യമാണ്. വഖഫ് ലാസിമിന്റെ അടയാളം ഏതാണ്? മായാട്ടോ. പിന്നെ 2024 12 മാർക്കിന് ചോദിച്ച വഖഫുകളെ കുറിച്ചാണ്. അൽ വഖഫുൽ ഔല. വഖഫുൽ ഔല ഏതാണ്? അഥവാ കില എന്ന് പറയും. അതാണ് വഖഫുൽ ഔല. വഖഫ് ജായിസ് ഏതാണ്? ജായിസ് എന്ന് പറയുമ്പോൾ ഇതിന് ഫസ്റ്റ് ജാ അല്ലേ, ജീമാണല്ലോ. അപ്പൊ ജായിസ് ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ അക്ഷരം ഏതാണ്? ജീം തന്നെ കേട്ടോ. വഖഫ് മുത്ലഖ് ഏതാണ്? മുത്ലഖ് എന്ന് പറയുമ്പോൾ ഇതിൽ ത്വ ഉണ്ട്. അപ്പൊ ഏതാണ് വഖഫ് മുത്ലഖിന്റെ അക്ഷരം? ത്വ ആണ്. വസ്ലുൽ ഔല ഏതാണ്? വസ്ൽ എന്ന് പറയുമ്പോൾ സ്വാദില്ല. അപ്പൊ അതേതാണ്? സില. വഖഫുൽ ഔല എന്ന് പറയുമ്പോൾ ഇതിൽ കാഫിയാണ്. വഖഫ് നടുവത്തെ അക്ഷരം. അപ്പൊ കില. അതുപോലെ വഖഫ് മുജവ്വസ് പറഞ്ഞാൽ ഏതാണ്? സായാണ്. മുജവ്വസ് എന്ന് പറയുമ്പോൾ സ മനസ്സിലാക്കി വെക്കുക. പിന്നെ ലാ തഖിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അക്ഷരം ഏതാണ്? ലാ എന്നുള്ളതാണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാനുള്ളൂ. പിന്നെ 2022 ചോദിച്ചാണ്, ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തലാണ് എന്ത്? വഖഫ്. വഖഫ് മുത്ലഖിന്റെ അടയാളം ഏതാണ്? മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഏതാന്ന് പറഞ്ഞ ഏതാണ്? ത്വ. വഖഫിൽ അവസാന അറഫിന് നൽകേണ്ട എന്താണ്? സുക്കൂൻ ട്ടോ. അതുപോലെ 2023 ചോദിച്ചതാണ്, വഖഫുൽ ഔല ഏതാണ്? വഖഫുൽ ഔല എന്ന് പറഞ്ഞ ഏതാണ്? വഖഫ് എന്ന് പറയുമ്പോൾ നടുവിൽ കാഫല്ല, പക്കില്ല. വഖഫ് ജായിസ് ജാ. അൽ വസ്ലുൽ ഔല സില എന്നുള്ളത് ട്ടോ. പിന്നെ 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിന് പറയും എന്ത്? വഖഫ്. വഖഫാണ് നല്ലത്. അതിന്റെ അടയാളം ഏതാണ്? മീം ട്ടോ. അപ്പൊ ഇതൊക്കെ നല്ല രീതിക്ക് പഠിക്കുക. ഇനി 2019 ചോദിച്ച ചോദ്യങ്ങളാണ്. വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് പറഞ്ഞാൽ ഔല. അപ്പൊ ഏതാണ്? വഖഫുൽ ഔല എന്ന് പറഞ്ഞാൽ ഏതാണ്? കില ട്ടോ. ഖാഫ് എന്തിന്റെ അടയാളാണ്? അതുപോലെ ത്വ എന്തിന്റെ അടയാളാണ് എന്നുള്ളതൊക്കെ എന്താവും? നിർബന്ധമായിട്ടും പഠിക്കുക. ഈ വഖഫിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട് ട്ടോ. 2018 ചോദിച്ചാണ് വഖഫ് ജായിസിന്റെ അടയാളം. ജായിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജാ ആണല്ലോ. അപ്പൊ ജീം തന്നെ. ചേർത്തി ഓതലാണ് നല്ലത്. അതിന്റെ അടയാളം ഏതാണ്? സുയില ട്ടോ. ചേർത്തി ഓതല്. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് പഠിക്കുക. വഖഫ് നിർബന്ധമായിട്ടും പഠിക്കണം. ഇവിടെ വഖഫിന്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മക്കൾ നോക്കിയിട്ട് നിർബന്ധമായിട്ടും പഠിക്കുക ട്ടോ. ഓരോ അടയാളങ്ങളും പറഞ്ഞാൽ എന്താന്നുള്ളതൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനനുസരിച്ച് പഠിക്കുക. കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണില്ല. നിങ്ങൾ നോക്കിയിട്ട് തന്നെ എന്താവുക, മനസ്സിലാക്കി പഠിക്കുക ട്ടോ. വഖഫുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ ഓരോ വർഷവും ചുരുങ്ങിയത് 5 മാർക്കിനെങ്കിലും ആ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നിർബന്ധമായിട്ടും പഠിക്കുക. ഒരിക്കലും അത് പഠിക്കാതെ എന്താവരുത്, ആരും പരീക്ഷയ്ക്ക് പോകരുത്. അത് കാരണത്താൽ നമ്മുടെ ടോപ്പ് പ്ലസ് നഷ്ടപ്പെടുത്തരുത് ട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഭാഗമാണ് വിട്ടു പോയിട്ടുള്ളത്. എന്താണ്? ഖൈറുക്കും മൻ തഅല്ലമ. അതുപോലെ 2025 ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കണം ട്ടോ. നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. അതും അതിന്റെ അർത്ഥവും നിർബന്ധമായിട്ടും പഠിക്കണം. 2018 ചോദിച്ചതാണ്, കസീറത്ത് എന്നതിലെ ഹാ ഏതാണെന്നല്ലേ. അതുപോലെ ലഹുൽ മുൽക്കു എന്നതിലെ ഹാ ഏതാണ്? വമീറാണ്. വബി യസ്തഅ്ജിലൂന എന്നുള്ളതിലെ ഹാ വമീറാണ്. കാരണം അതിനൊക്കെ ഹർക്കത്തുണ്ട്. ഹർക്കത്തുള്ള ഹാ എന്താണ്? വമീറാണ്. ഹർക്കത്തില്ലെങ്കിൽ അത് സക്കത്തയുടെ ഹാ ആണ്. അഥവാ സുക്കൂനാണെങ്കിൽ സക്കത്തയുടെ ഹാ ആണ്. ഇനി ഹാ താ ഉള്ളതാണെങ്കിൽ എന്താണ്? തഅനീസിന്റെ ഹാ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവട്ടെ. ഇനി അതിലെന്തെങ്കിലും സംശയമുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ 2019, 21, 22 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാലിയഹ് എന്ന് പറയുമ്പോൾ അവസാനം സുക്കൂനാണ്. അപ്പോൾ സുക്കൂനാണെങ്കിൽ എന്തേക്കാരം? ഹാവും സക്കത്തേക്കാരം മനസ്സിലാക്കുക ട്ടോ. ഇനി 2018 ചോദിച്ചൊരു ചോദ്യമാണ്, സജദയുടെ ആയത്തുകൾ എത്രണ്ണാണെന്നുള്ളത്. എത്രണ്ണാണ്? 14 ട്ടോ. അതുപോലെ 2019 ചോദിച്ചിട്ടുണ്ട്. ശരിടാലോ ക്വസ്റ്റ്യൻ ആയിട്ട്. സജദയുടെ ആയത്തുകൾ എത്രണ്ണാണെന്നുള്ളത് 10, 14 എന്നാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 14 ട്ടോ. അപ്പോൾ മറക്കണ്ട. അതുപോലെ തന്നെ 2022, 23, 24 3 വർഷം ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. വഇദാ ഖുരിഅൽ ഖുർആന ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലക്കും തുർഹമൂൻ എന്നുള്ളത്.
2022 23 പൂരിപ്പിക്കാനെന്നും 24 അതിന്റെ അർത്ഥം കൊടുത്തിട്ട് അറബി എഴുതാനെന്നും. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം ട്ടോ. ഇതിന്റെയൊക്കെ അറബി പഠിക്കുന്നതോട് കൂടെ തന്നെ അർത്ഥം കൂടെ മക്കൾ പഠിക്കണം ട്ടോ. 2022 3 25 ചോദിച്ച അടുത്തൊരു ചോദ്യമാണ്. പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. ഏതാണ്? അവിടെ ബ്രാക്കറ്റ് കൊടുത്തതിൽ ലൗ അൻസൽനാണുള്ളത്. അതുപോലെ 2023 ചോദിച്ചിട്ടുണ്ട്. പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ്. ബ്രാക്കറ്റിൽ ഏതാണുള്ളത്? ആയത്തുൽ കുർസിയാണ്. പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകളിലേവ? ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന. അപ്പൊ ആയത്തുകളും സൂറത്തുകളൊക്കെ പഠിക്കട്ടെ പതിവായി ഓതേണ്ടത്. എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പൂരിപ്പിക്കാൻ വരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹുമ്മ നവ്വിർ ബികിതാബിക എന്ന് തുടങ്ങുന്ന ബസരി വ അസിഖ് ബിഹി ലിസാനി എന്നുള്ള അതൊക്കെ എന്താവുക പൂർണ്ണമായിട്ടും കാണാതെ പഠിക്കുക. 2 തവണ അതും ചോദിച്ചിട്ടുണ്ട്. ഒരു തവണ ക്രമത്തിലാക്കാനും 2021 പൂരിപ്പിക്കാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ മക്കൾ പഠിക്കുക. പൂരിപ്പിക്കാൻ വന്നതൊക്കെ നിർബന്ധമായും പഠിക്കണം ട്ടോ. അതിലേതെങ്കിലുമൊക്കെ ചോദിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ 2021, 22, 23, 24 വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിഫത്തുകൾ. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ അല്ല. അല്ലേ? അവ സിഫത്തുകളാണ്. അതെന്താവൂല അതിന്റെ കണക്കാണ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഹംസിന്റെ ഹറഫിൽ പെട്ടതാണ് ഏത്? അപ്പോൾ നമ്മൾ സിഫത്തുകൾ പലവിധം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഹറഫുകൾ ആ രൂപത്തിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ 2022 തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. ത്വഇന്റെ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന മറ്റൊരു ഹർഫാണ് ഏത്? താ. ഉച്ചരിക്കുമ്പോൾ ശബ്ദാഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഏതാണ്? ഇസ്തിഅ്ല ആണ്. അതുപോലെ സ്വാദിന്റെ മഹ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത് ഏത്? സീന്. സീന്, സ്വാദ്, താ. ആ രൂപത്തിലൊക്കെ മഹ്റജ് വരെ പിന്നെ ഫത്ഹിന്റെയും കസ്റിന്റെയും ഇടയിലായി അകാര സ്വരത്തിൽ ഉച്ചരിക്കൽ ഏതാണ്? ഇമാലത്ത്. വമ്മിന് സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടൽ ഏതാണ്? ഇശ്മാമാട്ടോ. വമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടൽ. അപ്പോൾ അതൊക്കെ നല്ലോണം പഠിക്കുക. ഒക്കെ സിഫത്തിന്റെ ഭാഗത്തു നിന്നാണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ സദാ വജിഹിലില്ലദീ എന്നുള്ളത്. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുപോലെ 2021 ചോദിച്ചാണ് നിസ്കാരത്തിൽ സഹവിന്റെ സുജൂദ് ചെയ്യൽ. അതിന്റെ വിധി എന്താണ്? കറാഹത്താണോ സുന്നത്താണോ ബാത്തിലാകും എന്നുള്ളതാണോ? അതുപോലെ തന്നെ സജദയുടെ ആയത്ത് ഓതുന്നവർക്ക് സുന്നത്താണ് എന്ത്? സുജൂദ് തിലാവ. തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ട ദിക്ർ ഏതാന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ളത്. ഈ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് അർഹമായ വിജയം നൽകട്ടെ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം നമ്മൾ. അഥവാ ഹംസകളെ കുറിച്ചാണ്. ഹംസത്തുൽ ഖത്ഉം ഹംസത്തുൽ വസ്ലും അതിനെക്കുറിച്ചാണ് അടുത്ത ചർച്ച. അപ്പോൾ അത് നമുക്ക് നോക്കട്ടോ. മൽ ഖാരിഅ എന്നതിലെ ഹംസ ഏതാണ്? അതുപോലെ ഫി ഹസ്നി തഖ്വീം എന്നതിലെ ഹംസ ഏതാണ്? ഇയ്യാക നഅ്ബുദു ഇതിലെ ഹംസ ഏതാണ്? ഹംസത്തുൽ ഖത്അ ആണ്. അതുപോലെ 2022 അർ-റഹ്മാൻ എന്നതിലെ ഹംസ ഏതാണ്? അതായത് ഹംസത്തുൽ വസ്ല്. ഫി ഹസ്നി തഖ്വീം എന്നതിലെ ഹംസ ഏതാണ്? ഏതാണ്? ഹംസത്തുൽ ഖത്അ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണല്ലേ? ചേർത്തി ഓതുമ്പോൾ വരുന്നതും ചേർത്തി ഓതുമ്പോൾ വരാത്തതും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഹംസത്തുൽ വസ്ൽ ഏതാണ് ഹംസത്തുൽ ഖത്അ ഏതാന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം മനസ്സിലാക്കണം. ഏതാണ്? ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതിന് പറയണതാണ് എന്തെന്നുള്ളത്. എന്താവും? തുടക്കത്തിൽ വരും ചെയ്യും. അതിനാണ് ഹംസത്തുൽ വസ്ൽ. മറ്റേ ഹംസത്തുൽ ഖത്അ ആവുമ്പോൾ എന്താണ്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ. അതാണ് എന്ത്? ഹംസത്തുൽ ഖത്അ. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കിയൊക്കെ കിട്ടുട്ടോ. ഇബ്നു മറിയം എന്നതിലെ ഹംസ ഏതാണ്? ഹംസത്തുൽ വസ്ൽ. എന്തുകൊണ്ടാണെന്നറിയോ? ഇബ്നു തുടക്കത്തിലായോണ്ടാ ഇബ്നു എന്ന് വന്നത്. പക്ഷെ നമ്മൾ ചേർത്തി ഓതുകയാണെങ്കിൽ വബ്നു എന്നാണ് വരിക. അപ്പോൾ ഈ ഉച്ചാരണത്തിൽ വരില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അക്കീമു സ്വലാത്ത്. അക്കീമു അല്ലേ? ഇനി വാ ഇട്ട് ചേർത്തി വരികയാണെങ്കിലും വ അക്കീമു എന്നേ വരുള്ളൂ. എന്താവൂല? ഉച്ചാരണത്തിൽ വരും, മിസ്സാവൂല. അതുകൊണ്ട് ഹംസത്തുൽ ഖത്അ. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസയാണ് ഏത്? ഹംസത്തുൽ ഖത്അ. വഅശൗന എന്നതിലെ ഹംസ ഹംസത്തുൽ വസ്ലാണ്. ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ ഹംസത്തുൽ ഖത്അ ആണ്. അതുപോലെ ഹംസത്തുൽ ഖത്അന്റെ ഉദാഹരണമാണ് അഹ്മദ് എന്നുള്ളത്. ഹംസത്തുൽ വസ്ലിന്റെ ഉദാഹരണമാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസയാണ്. ഇത് നൽകപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പിൽ ഒരു അക്ഷരം കൂട്ടിങ്ങാണ്ട് നോക്കിയാൽ മതി. അലിഫ് മിക്സ് ആവുന്നുണ്ടോ മിസ് ആവണില്ലേ എന്നുള്ളത്. ഉണ്ടെങ്കിൽ എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. ഇല്ലെങ്കിൽ ഹംസത്തുൽ ഖത്ഉമാണെന്ന് മനസ്സിലാക്കട്ടോ. എന്തായാലും നിർബന്ധമായിട്ട് ഈ ഭാഗം പഠിക്കണം. ഇനി 2018, 22, 23, 25 ചോദിച്ചതാണ്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ്. കലാമുൻ ഖദീമുൻ ലാ. എല്ലാവർക്കും അറിയാലോ ബൈത്ത്. എന്തായിട്ടുണ്ട്? 4 തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പൂരിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ ക്രമപ്പെടുത്താനൊക്കെ ആയിട്ട് തർത്തീബാക്കാനൊക്കെ ആയിട്ട് എന്തായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ആ ബൈത്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബൈത്താണ്.
അപ്പോൾ എല്ലാവരും അത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് അൽ മാഹിറു ഫിൽ ഖുർആനി അസഫറത്തിൽ കിറാമിൽ ബററ എന്നുള്ളത്. അത് പൂരിപ്പിക്കാൻ ചോദിച്ചിട്ടുണ്ട് 2018-ലും 2021-ലും. അതുപോലെ 2022-ൽ അതിൻ്റെ അർത്ഥം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. 2024-ല് അത് ക്രമപ്പെടുത്താൻ വേണ്ടി തെർത്തീബാക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കൽ. നമ്മൾ ഒന്നാം പാഠത്തിലില്ലേ ഉള്ളൂ. നിർബന്ധമായിട്ട് എന്താവുക അത് പഠിക്കട്ടോ. ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് 2018 മുതൽ 2025 വരെ എല്ലാ വർഷവും ചോദിച്ചൊരു ചോദ്യമാണ്. സക്കത്ത എന്ന് പറയണത് എന്തിനാന്നുള്ളതല്ലേ? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സക്കത്ത എന്ന് പറയുന്നത്. അതുപോലെ സക്കത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്രണ്ണാണ്? അതുപോലെ വക്കീല മൻറാക്ക് എന്നതിൽ എന്താണ് സക്കത്ത അല്ലെ? അതുപോലെ മാലിയ എന്നതിലെ ഏതാണ്? ഹാവു സക്കത്താണ്. കാരണം ഹാവു സക്കത്താകുമ്പോൾ ഹായിനെന്തേക്കാരം സുക്കൂനായിരിക്കും. അതുപോലെ സൂറത്തു യാസീനിൽ സക്കത്ത് ചെയ്യേണ്ട കലിമത്ത് ഏതാണ്? ഏതാണ്? മിൻ മർക്കദിന. അങ്ങനെ എല്ലാ വർഷവും സക്കത്തയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും സക്കത്തയെ കുറിച്ചുള്ള പാഠം ആ ഭാഗം നിർബന്ധമായിട്ടും പഠിക്കണം, മറക്കരുത്. ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2018, 21, 23, 24 ചോദിച്ച ഖുർആൻ പകർത്തി എഴുതിപ്പിച്ചത് ആരാണെന്നുള്ളത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ട്ടോ. ഈ ക്വസ്റ്റ്യൻ പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിന്റെ കോപ്പികൾ അയച്ചു കൊടുത്ത 4 പട്ടണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഏതാണ്? കൂഫ, ബസറ, ഷാം, മക്ക. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിന്റെ കൂടെ അയക്കപ്പെട്ട ഇമാമാരാണ്? അബു അബ്ദുറഹ്മാൻ സലമി എന്നുള്ളത് ഈ ക്വസ്റ്റ്യനും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി അടുത്തൊരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരാണ്? ആരാണ്? സെയ്ദ് ബിൻ സാബിത്ത്. ഈ ചോദ്യം 2018-ലും 2021-ലും 2022-ലും 2024-ലും ചോദിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യം തന്നെ. നബിയുടെ പ്രധാന എഴുത്തുകാരൻ ആരാണെന്നുള്ളത് ആരാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും അതും കൂടെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാന ഭാഗങ്ങളിൽ നിന്നുള്ള പാഠഭാഗങ്ങളിൽ നിന്നാണ്. കാരികളെ കുറിച്ച്. മക്കക്കാരനായ കാരി ആരാണ്? അബ്ദുല്ലാഹിബ്നു കസീർ. അതൊക്കെ നമ്മൾ ഓരോ 10 കാരികളെ പേര് പഠിച്ചാലും അവരുടെ പേരിന്റെ അവസാനത്തിൽ ഉണ്ടാവും അവരുടെ സ്ഥലപ്പേരും കൂടെ. നമുക്ക് മനസ്സിലാക്കാൻ വളരെ സുഖമാണ്. ഏതായാലും ഈ വീഡിയോയുടെ അവസാനത്തിൽ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ 10 ആൾക്കാരുടെ പേരുകൾ. അപ്പോൾ അതും കൂടെ നിർബന്ധമായിട്ടും പഠിക്കണം ട്ടോ. അടുത്ത ചോദ്യമാണ്. അശ്റത്ത് ഖുറായിലെ മദീനക്കാരായ കാരികൾ ആരൊക്കെയാന്നുള്ളത്. നാഫിഉൽ മദനി, അതുപോലെ തന്നെ അബൂ ജാഫറിൽ മദനി. ഇതൊക്കെ ഇവരുടെ പേര് പഠിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ സ്ഥലപ്പേര്. ഏത് രാജ്യക്കാരാണെന്നുള്ളത് തിരിച്ചറിയാൻ ട്ടോ. അപ്പോൾ ആ രൂപത്തിൽ പഠിക്കുക. 2024 ചോദിച്ചതാണ്. എല്ലാ ദിവസവും നാം ഓതണം എന്തിന്? എല്ലാ ദിവസവും നാം പാരായണം ചെയ്യണം എന്താണ്? ഖുർആനാണ്. 2022 ചോദിച്ച ചോദ്യമാണ്. ബസറക്കാരനായ ഖാരി ആരാണ്? അബൂ അംർ. 2022-ലും 2025-ലും ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിന്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ ആരാണെന്നുള്ളത്. ആരാണ് പറഞ്ഞയച്ചത്? അബൂ അബ്ദുറഹ്മാൻ സലമി എന്നവരെയാണ് പറഞ്ഞയച്ചത്. ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ വരും. എന്താണ് വരിക? ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതിന് പറയപ്പെടുന്ന പേരെന്താണ്? ജംഉൽ ഖുർആൻ. പ്രസിദ്ധരായ കാരികൾ എത്രണ്ണാണ്? 7, 10, 14. എത്രണ്ണാണ്? 10 എണ്ണാണ് ട്ടോ. മറക്കരുത്. ഇനി അടുത്തൊക്കെ 2021-ൽ ചോദിച്ച ചോദ്യമാണ് ഈ ഭാഗത്തുനിന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2019-ൽ ചോദിച്ച ചോദ്യമാണ്. യോജിപ്പിക്കാൻ അൽ ഖുർആഉൽ അശർ. അതുപോലെ ഖുർആൻ പാരായണം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു. അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്ത ഹൃദയം. ഇതിനോടൊക്കെ യോജിച്ച് പുറത്തുണ്ടല്ലേ. മനപ്പാടമില്ലാത്ത ഹൃദയം എന്തുപോലെയാണ്? പൊളിച്ച വീട് പോലെയാണ്. ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചതാരാണ്? ഹംസത്തുൽ കൂഫി. അതുപോലെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്തുപോലെയാണെന്ന് പറഞ്ഞിരിക്കണേ? നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരാണ്. ഖുർആൻ പാരായണം എങ്ങനെയാണ്? ഖുർആൻ പാരായണം പരലോക ചിന്ത വർദ്ധിപ്പിക്കും. അൽ ഖുർആഉൽ അശറ. ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല. അപ്പൊ ഈ രൂപത്തിലാണ് ചേരുംപടി ചേർക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നല്ലോണം മനസ്സിലാക്കുക ട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അഥവാ 2018-ൽ ചോദിച്ചത് ഈ പാഠഭാഗങ്ങളിൽ നിന്ന്. ഹഫ്സ് ബിൻ സുലൈമാൻ ഏത് രാജ്യക്കാരനാണ്? കൂഫിയ ട്ടോ. പ്രസിദ്ധരായ കാരികൾ എത്രണ്ണാണ്? 10 എണ്ണം. ബസ്രക്കാരനായ കാരി ആരാണെന്നുള്ളതൊക്കെ അബൂ അംർ അല്ലേ. നമുക്ക് അവരുടെ പ്രദേശം നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഹഫ്സ് ബിൻ സുലൈമാൻ എന്നിവരുടെ ഉസ്താദ് ആരാണ്? ആസിമുൽ കൂഫിയാണ്. അപ്പൊ അതൊക്കെ എന്താവും നല്ലേക്കിന് പഠിക്കട്ടോ. ഇനി 10 കാരികളുടെ പേര് ഇവിടെ എന്തായിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും
പഠിക്കണം. എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇൻഷാ അള്ളാ. ഇതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവർ പോയിട്ട് കാണുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.